പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് സ്വാഗതം. നൊത്തോലി റോസ്റ്റ് മാംഗോ പിക്കിൾ ഇതെടുത്ത് ഓടണം നഷ്ടമാണ്. ഈ ഫ്ലാറ്റിലാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. 53 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് അസീസ് റെസ്റ്റോറന്റിൽ നിന്നാണ്, പാപ്പരങ്ങോട് ജംഗ്ഷൻ. എല്ലാ കടയിൽ പോയാൽ എങ്ങനെ തന്നെ ഓർഡർ റെഡി ആയിട്ടില്ല. വീട്ടിൽ വന്ന് കയറിയത് എനിക്ക് ഓർഡർ അടിക്കുന്നു. ഫീൽഡ് കോച്ചിനെ ഒന്ന് കണ്ടു നോക്കണം. 2 ആഴ്ചയായി ഞാൻ സൊമാറ്റോക്ക് പോയിട്ട്. നമ്മുടെ ഓണമായിട്ട് ഫുള്ള് തിരക്കും ഓട്ടോ ഒക്കെ ആയിരുന്നു. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ഷിഫ്റ്റ് എപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 to 4. സൊമാറ്റോ എസ്റ്റിമേറ്റ് പേ പറയുന്നതെന്ന് വെച്ചാൽ 290 മുതൽ 405 വരെയാണ്. നമുക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് ഒക്കെ കിട്ടുമോ നോക്കാം. ഓൺലൈൻ ആയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സെന്ററിൽ നിന്നൊക്കെ ഗ്യാരണ്ടീഡ് ഓർഡർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചാർജ് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കാം. രാവിലെ ഫുൾ ചാർജ് ആക്കിയതാണ്. ഇപ്പൊ 82% ചാർജ് ഉണ്ട്. 2 ആഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പൊ പോകുമ്പോൾ ഓർഡേഴ്സ് ഒക്കെ കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സെലക്ട് ആൻഡ് ഡ്രോപ്പിൽ ഓർഡേഴ്സ് വല്ലതും ഉണ്ടാന്ന് നോക്കാം. എങ്കിൽ നേരെ അങ്ങോട്ട് പോവാം. ഉണ്ട് കേട്ടാ, ഓർഡേഴ്സ് അവൈലബിൾ ആണ്. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ഇപ്പൊ ഫൈൻഡ് ചെയ്ത് തരും. സംഭവം ഇതെടുത്ത് ഓർഡർ നഷ്ടമാണ്. റേറ്റൊക്കെ കുറച്ചേ അവന്മാർ തരുള്ളൂ. എനിവേ ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് കുറെ നാളായി. വീണ്ടും ഒരു ടച്ച് ഒക്കെ കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഒരു കറിക്കടയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. 44 രൂപയുടെ ഓർഡറാണ്. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും കറിക്കടയിലോട്ട് പോവാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോവാം. കറിക്കടയിൽ സാധനം റെഡിയായി കാണൂല. അവിടെ പോകുമ്പോൾ ഒരു 15 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഒക്കെ കാണിക്കും. എനിവേ നമുക്ക് അങ്ങോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ കറിക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗായ്സ്, ഞാൻ മുടുക്ക് വഴിയൊക്കെയാണ് കയറിയുന്നത്. സംഭവം എന്ന് വെച്ചാൽ ആ റോഡിൽ ഭയങ്കര ബ്ലോക്ക് നടക്കണം. കണ്ട, ഇവിടെ ബ്ലോക്ക് കണ്ട, അവിടെ വൻ ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിലേ വരാൻ പറ്റിയില്ല. എനിവേ നമുക്ക് കറിക്കടയിൽ റീച്ച് കൊടുക്കാൻ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല. ഇനിയും 11 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരോട് വെയിറ്റ് ചെയ്യും. അങ്ങനെ വന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. 9244. സോ അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. നൊത്തോലി റോസ്റ്റ്, മാംഗോ പിക്കിൾ, പിന്നെ കപ്പ. ഓക്കെ, ഇത് നമ്മുടെ ബാഗിനകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. പിക്കിഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ വഴുതക്കാടാണ് കേട്ടോ. വഴുതക്കാട് ആർടെക് ഫ്ലാറ്റിൽ. ഓക്കെ, ഇവിടെ തൊട്ട് വഴുതക്കാട് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിന് 4.7 കിലോമീറ്റർ ഉണ്ട്. 16 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. ഭയങ്കര ചൂട് ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇന്നലെയൊന്നും ഇത്ര ചൂടില്ലായിരുന്നു, ഇന്ന് ഭയങ്കര ചൂട്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ ഈ ചൂടത്ത് നമ്മൾ ആ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലാറ്റിലാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റാം. ആർടെക് ഫ്ലാറ്റ്. ഓക്കെ, ഇതിൽ 14 ഫ്ലോർ ഉണ്ട് കേട്ടോ. 14ാമത്തെ ഫ്ലോറൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. ഓക്കെ, നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത് 7B1. സോ കുറേ നാളായാലും നമ്മൾ കണ്ടിട്ട്. സംഭവം ഓണമൊക്കെ ആയിട്ട് ഫുൾ തിരക്കും. പിന്നെ നമ്മുടെ വണ്ടിക്കും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ടയർ ഒട്ടും ഇല്ലായിരുന്നു. നമ്മുടെ ടയർ ഞാൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓല S1Xലെ ടയർ മാറ്റി. നമ്മുടെ ഹബ് മോട്ടറിൻ്റെ ടയർ പുറത്തും മാറും കേട്ടോ. ഞാൻ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ നിന്ന് മാറൂലെന്ന് പറഞ്ഞു. പുറത്തെ കടയിൽ കൊണ്ട് കൊടുത്ത് മാറ്റി. ടയറിന് 1800 രൂപയായി. ഇങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 45 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.5 കിലോമീറ്റർ ആണ്. 42 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ബാർബിക്യൂ സ്പൈസി എന്നൊക്കെ ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. എനിവേ നമുക്ക് നമ്മുടെ എക്കോ മോഡൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം. അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഓർഡർ അടിക്കുമായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് വഴുതക്കാടാണ്. നമ്മളെ ബാർബിക്യൂ സ്പൈസ് അപ്പുറത്തെ റോഡിലാണ്. അവിടെ ഗ്യാരണ്ടീഡ് ഓർഡർ പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ കറങ്ങി നിൽക്കാം. പയ്യതാ എക്കോ മോഡൽ ഇങ്ങനെ പോവാം. അപ്പോൾ സിറ്റിയിലെന്തെന്ന് പറയുക ഇത്ര തിരക്ക്. നമ്മുടെ സ്കൂളിലൊക്കെ ഓണപ്പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഉച്ച വരെ സ്കൂളുള്ളൂ. എല്ലാ സ്കൂളിൻ്റെ നടയിലും ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അതുകൊണ്ട് ഈ തിരക്കത്ത് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ ഉടനെ തന്നെ ഓർഡർ വരുന്നുണ്ട്. ബാർബിക്യൂ സ്പൈസിൽ നിന്ന് തന്നെ ഓർഡർ 105 രൂപയുടെ ഓർഡറാണ്. 50 രൂപ ടിപ്പാണ് കേട്ടോ. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ബാർബിക്യൂ സ്പൈസ് ഞാൻ പറഞ്ഞില്ല, ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്തെ റോഡാണ്. നമുക്ക് ഇതിലേക്ക് ഇറങ്ങിപ്പോകണം. എനിവേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ഓണപ്പരീക്ഷ. അതുകൊണ്ടാണ് നമ്മുടെ റോഡ് ഫുള്ള് തിരക്കും, എല്ലായിടത്തും ബ്ലോക്കും. ഒരു 12:30 1 മണി വരെയൊക്കെ ഈ തിരക്ക് കാണുമെന്ന് തോന്നുന്നു. അത് കഴിയുമ്പം എല്ലാവരും വീട്ടിലൊക്കെ എത്തുമല്ലോ. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ബാർബിക്യൂ സ്പൈസിലോട്ട് പോകാം. സോ ഇന്നത്തെ 2ാമത്തെ പിക്കപ്പ് ലൊക്കേഷനായ ബാർബിക്യൂ സ്പൈസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റീച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഒരു ചിക്കൻ സ്മോക്ക് ആൻഡ് ഹണി മന്തിയാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വന്നതെന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ തിരുമലയാണ്. ഇവിടെ തൊട്ട് തിരുമല വരെ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ അടുത്ത് വെച്ച് നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ട്. 5.2 കിലോമീറ്റർ ഉണ്ട്. 13 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമുക്ക് നമ്മുടെ പൂജപ്പുര വഴിയാണ് പോകാൻ. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലൈൻ നമ്പർ 15. ഇതിനകത്തോട്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഹൗസ് നമ്പർ 127.
127 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. 127 ഇതാണ്ട് ഒരു 127 കണ്ട്. ഇതാണോ അത്? ഇത് തന്നെ. ഓക്കെ, പുറത്ത് കസ്റ്റമർ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണേ. സോ അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 112 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 6.4 കിലോമീറ്റർ ആണ്. 24 മിനിറ്റ് എടുത്തു. ഓക്കെ, 50 രൂപ കസ്റ്റമർ ടിപ്പാണ് കേട്ടോ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ബ്രേക്ക് ടൈം കഫേ എന്നാണ്. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 25 രൂപയുടെ ഓർഡറാണ്. നമ്മളിപ്പോൾ ഉള്ള തിരുമലയാണ്. ഈ ബ്രേക്ക് ടൈം കഫേ തിരുമല ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററിൻ്റെ അകത്ത് എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ബ്രേക്ക് ടൈം കഫേയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ബ്രേക്ക് ടൈം കഫേയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇതിൻ്റെ നട വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അൽഫാം ക്വാർട്ടറാണ് ഓർഡർ. അപ്പം നമുക്ക് നമ്മുടെ ഓർഡർ പോയി പിക്ക് ചെയ്തിട്ട് വരാം. ബ്രോ പോയ ഉടനെ റെഡി ആയിട്ടില്ലായിരുന്നു. ഒരു 2 മിനിറ്റ് ചെന്നപ്പോൾ അമ്മ റെഡിയാക്കി തന്ന്. ഓക്കെ, നമുക്ക് നമ്മുടെ ബാർകോഡൊക്കെ സ്കാൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബാർകോഡൊക്കെ സ്കാൻ ചെയ്തു. പിക്കഡ് കൊടുക്കാം. നമുക്കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, മങ്കാട്ട് കടവ്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്യാം. 1.3 കിലോമീറ്ററേ ഉള്ളൂ. 3 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. നമ്മുടെ മങ്കാട്ടുകടവ് പാലത്തിന്റെ കുറച്ച് അടുത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ മങ്കാട്ടുകടവിൽ നിന്ന് പൂജപ്പുര പോകുന്ന വഴി ഇതാ ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. അസീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. പൂജപ്പുരയുള്ള അസീസിൽ നിന്ന് തന്നെ കേട്ടോ. ഓക്കെ, ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 52 രൂപയുടെ ഓർഡറാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൂജപ്പുരയുള്ള അസീസ് വരെ ഏകദേശം ഒരു 300 മീറ്റർ എങ്ങാണ്ടേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ അസീസ് റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പൂജപ്പുര അസീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് പൂജപ്പുര അസീസ്. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഒരു ബീഫ് കിഴി പൊറോട്ടയാണ് ഓർഡർ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളെ ബീഫ് കിഴി പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കാരക്കാ മണ്ഡപമാണ്. ഇവിടം തൊട്ട് കാരക്കാ മണ്ഡപം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 4.9 കിലോമീറ്റർ ഉണ്ട്. 15 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ടെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഹൗസ് നമ്പർ 67 അങ്ങനെ എങ്ങോട്ടാണ്. ഓക്കെ, നമുക്കിനകത്തോട്ട് കയറി നോക്കാം. ഹൗസ് നമ്പർ 67 കണ്ടുപിടിക്കാം. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 53 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 7 കിലോമീറ്റർ ആണ്. 21 മിനിറ്റ് എടുത്ത് കേട്ടോ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. മണിയാണെങ്കിൽ 1:56 ആയിട്ടുണ്ട്. അറൗണ്ട് 2 ആയി. ഇനി നമുക്ക് ഒരു 2 മണിക്കൂറും കൂടെയൊക്കെ വർക്ക് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഉള്ളത് പാപ്പനങ്ങോട് കുറച്ച് അകത്തോട്ടാണ്. നമുക്ക് എന്തായാലും പാപ്പനങ്ങോട് ജംഗ്ഷനിലോട്ട് പോകാം. അവിടെ APM ഹോട്ടലുണ്ട്, മറ്റേ പിസ്സ ഹട്ട് ഉണ്ട്, പിന്നെ ദേവി ഹോട്ടലുണ്ട്. അവിടെ നിന്നൊക്കെ വല്ല ഓർഡർ അടിക്കുമായിരിക്കും. അവിടെ നിന്ന് ഓർഡർ അടിച്ചില്ലെങ്കിൽ നമുക്ക് കിള്ളിപ്പാലം കരമന റൂട്ട് പിടിക്കാം. ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കാം. കണ്ട APM ഹോട്ടലിൽ നിന്നാണ് ഓർഡർ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 15 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. ടിപ്പ് തന്നതിന് നമുക്ക് താങ്ക്സ് ഒക്കെ പറയാൻ പറ്റും. സോ ഇവിടെ നിന്ന് നമ്മൾ APM ഹോട്ടൽ ഒരു ഏകദേശം 1 കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ. പാപ്പനങ്ങോട് ജംഗ്ഷനിലാണ് നമ്മളെ APM ഹോട്ടൽ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാപ്പനങ്ങോട് തന്നെ കുറച്ച് അകത്തോട്ടാണ്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനോട്ട് പോകാം. അങ്ങനെ നമ്മൾ പാപ്പനങ്ങോട് ജംഗ്ഷനിലുള്ള APM ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ APM ഹോട്ടൽ. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി എത്ര സമയം എടുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിക്ക് ഓർഡർ നവെന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ, ഒരു ചപ്പാത്തി ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയാവുന്നവരോട് വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ വന്ന് നിന്നൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. എന്തൊരു കഷ്ടമാണ് നോക്ക്. 15 മിനിറ്റ് വെളിയിൽ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അമ്മമാർ റെഡി കൊടുത്തപ്പോഴാണ് അകത്ത് കയറിപ്പോയത്. എന്നിട്ട് റെഡിയല്ല. അവിടെ പോയി നിന്ന് അമ്മമാരടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മമാർ ബിരിയാണി പാക്ക് ചെയ്തൊക്കെ തന്നത്. മൊത്തം അങ്ങനെ 20 മിനിറ്റാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എനിവേ, സാധനം കിട്ടി. നമുക്ക് പിക്കഡ് കൊടുക്കാം. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, പാപ്പനങ്ങോട് തന്നെ. ഇവിടെ നിന്ന് നമ്മൾ ആ ഡെലിവറി ലൊക്കേഷൻ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. ചില കടയിൽ പോയാൽ ഇങ്ങനെ തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിവേ 20 മിനിറ്റ് അങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റോട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ വരെ 1.9 കിലോമീറ്റർ ഉണ്ട്. ഒരു 5 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്തോട്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഹൗസ് നമ്പർ എത്രയെന്ന് നോക്കാം നമുക്ക്. സോ അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 45 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 1.5 കിലോമീറ്റർ ആണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് മരുതൂർ കടവാണ്. നമുക്ക് പാപ്പനങ്ങോട് റൂട്ട് പിടിക്കാം. പാപ്പനങ്ങോട് പോയിട്ട് ഓർഡറൊന്നും കിട്ടിയില്ലെങ്കിൽ കിള്ളിപ്പാലം കരമന റൂട്ട് പിടിക്കാം. ഓക്കെ, ഓഫ് ടു പാപ്പനങ്ങോട്. ഇങ്ങനെ മരുതൂർ കടവിൽ നിന്ന് കാലി അടിച്ചത് ആ കരമന എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുവരെ ഓർഡറൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് സെലക്ട് ആൻഡ് ഡ്രോപ്പിൽ ഓർഡേഴ്സ് വല്ലതും ഉണ്ടാകും നോക്കാം.
ഉണ്ട് കേട്ടോ. സെലക്ട് ആൻഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എവിടെ നിന്ന് ഓർഡർ കിട്ടുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു കുമാർ കഫേയിൽ നിന്ന് കിട്ടുമെന്ന്. കുമാർ കഫേയിൽ നിന്ന് കിട്ടിയാലും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ബുർജൽ മന്തി എന്നാണ് ഓർഡർ. 33 രൂപയുടെ ഓർഡറാണ് കേട്ടോ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. കരമനയിൽ നിന്ന് മണക്കാടുള്ള ബുർജൽ മന്തി എന്നാണ് ഓർഡർ അടിച്ചത്. ഇവിടെ നിന്ന് ബുർജൽ മന്തി ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനായ ബുർജൽ മന്തിയിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ ബുർജൽ മന്തിയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആയാൽ നോക്കാം. നമ്മുടെ ഓർഡർ റെഡി ആയിട്ടില്ല. പിക്ക് ഓർഡർ നവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചിക്കൻ കൊത്തു പൊറോട്ടയാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡി ആവുന്നവരോട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി അത് പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അതാ കൊത്തു പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. വഴുതക്കാടാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഏതോ ബൊട്ടിക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് വഴുതക്കാട് വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 3.8 കിലോമീറ്റർ ഉണ്ട്. 10 മിനിറ്റ് വേണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. സിറ്റി ഫുള്ള് തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇങ്ങോട്ട് വന്ന വഴി എല്ലായിടത്തും ബ്ലോക്ക്. ഞാൻ പിന്നെ ഓരോ മുടുക്കുവഴി ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങിയൊക്കെയാണ് വന്നത്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ വഴുതക്കാടോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. സോയ ബുട്ടിക്. പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പുറത്താരും കാണാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വിളിച്ചു നോക്കാം. കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തതും കസ്റ്റമർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 35 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓർഡർ ചെയ്ത് 5.9 കിലോമീറ്റർ ആണ്. 28 മിനിറ്റ് എടുത്ത്. സമയം എന്താ 3:15 നമുക്കിനി ഒരു 3/4 മണിക്കൂറും കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. 4 മണി വരെയാണ് നമ്മുടെ ഷിഫ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വഴുതക്കാട് തക്കാട് റൂട്ടാണ്. എനിവേ, നമുക്കിങ്ങനെ എക്കോ ബോർഡിൽ ഇങ്ങനെ പയ്യെ കറങ്ങി കളിക്കാം. എവിടെന്നെങ്കിലൊക്കെ ഓർഡർ കിട്ടുമായിരിക്കും. വണ്ടിയിൽ ഇതാ 53% ചാർജ് ബാക്കിയുള്ളൂ. വേറൊരു കുഴപ്പമുള്ളത് ഫോണിൽ ചാർജ് കുറവ് കേട്ടാ. ഒരു 4 മണി വരെ നിൽക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ സിറ്റി കിടന്ന് ഇറങ്ങാം. അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ഓർഡർ കിട്ടുമായിരിക്കും. അങ്ങനെ വഴുതക്കാട് നിന്ന് തക്കാടെത്തിയപ്പോൾ ഇതാ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് നോക്കാം. നമ്മുടെ റോൾസ് ആൻഡ് ഷവർമ എന്നാണ് ഓർഡർ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. ഇത് മറ്റേ നമ്മുടെ ഫാസ്കോ എന്ന് പറഞ്ഞ ക്ലൗഡ് കിച്ചൺ ആണ്. ഇത് നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ എങ്ങാണ്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ എങ്ങാണ്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നെക്സ്റ്റ് പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിലാണ് ആ ക്ലൗഡ് കിച്ചൺ. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഓർഡർ എന്തായിരുന്നു നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. ആ പിക്കഡ് കൊടുക്കാൻ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പെരുന്താന്നിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ പെരുന്താന്നി ഒരു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. 3.8 കിലോമീറ്റർ ഉണ്ട്. 10 മിനിറ്റ് വേണമെന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്തോട്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഹൗസ് നമ്പർ 19 ഇതായിരിക്കുമെന്ന് തോന്നുന്നു. എനിവേ, പുറത്ത് കസ്റ്റമറിനെ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് റീച്ച്ഡ് കൊടുത്തിട്ട് കസ്റ്റമറിനെ വിളിക്കാം. നമ്മൾ സൊമാറ്റോ എന്നാണ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 41 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 5.1 കിലോമീറ്റർ ആണ്. 27 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാം. സമയം ആണെങ്കിൽ 3:43 ആയിട്ടുണ്ട്. ബാറ്ററി ചാർജ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 19% ഉള്ളൂ. ഇനിയൊരു 10-15 മിനിറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയ്ക്കകത്താണ്. ഇവിടെ നിന്ന് വീട് വരെ ഏകദേശം 2 കിലോമീറ്റർ എങ്ങാണ്ടോ ഉണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പോണ വഴിയിൽ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിൽ എടുക്കാം. വീട്ടിൽ പോയിട്ട് നോക്കാം ഇന്ന് എത്ര ഓർഡർ കിട്ടി, എത്ര രൂപ ഏൺ ചെയ്ത് ഇൻസെൻറ്റീവ് പോലെ അടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഓഫ് ടു വീട്. 3:59 ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറിയത്. എനിക്ക് ഓർഡർ അടിക്കുന്നു. അൽബേക്ക് ഫ്രൈഡ് ചിക്കനിൽ നിന്നാണ് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്ന് കയറി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഒരു ഓർഡറും കൂടെ കിട്ടി. ഇനിയിപ്പോൾ അതും കൂടെ കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ മണക്കാടുള്ള അൽബേക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്താ നോക്കാം. അതാ ഓർഡർ റെഡി ആയിട്ടുണ്ട്. 3 തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ. നമുക്ക് നമ്മുടെ ഓർഡർ പോയി പിക്ക് ചെയ്തിട്ട് വരാം. 4312. സോ അങ്ങനെ നമ്മുടെ 3 തലശ്ശേരി ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ കമലേശ്വരമാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടാ. ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടെ നിന്ന് കമലേശ്വരം വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. 1.1 കിലോമീറ്ററേ ഉള്ളൂ. 3 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഗൈസ്. എത്തിയെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. എനിവേ, നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഒന്ന് വിളിച്ചു നോക്കാം കസ്റ്റമറിനെ. ഷാഹിൽ. സോ നമ്മൾ ലൊക്കേഷൻ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തുണ്ടായിരുന്നു.
നമ്മുടെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഓട്ടം ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 20 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 2.1 കിലോമീറ്റർ ആണ്, 17 മിനിറ്റ് എടുത്ത്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോകാൻ പറ്റില്ല. നമ്മുടെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മണിയാണെങ്കിൽ 4:15. എനിവേ നമുക്ക് വീട്ടിൽ പോകാം. വീട് ആ വളവിൽ തന്നെ. വീട്ടിൽ പോയിട്ട് നോക്കാം ഇന്ന് എത്ര ഓർഡർ എടുത്ത് എത്ര രൂപ കിട്ടി, ഇന്ന് ഇൻസെൻറ്റീവ് വല്ലതും കിട്ടിയോ, എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ. ഓക്കെ, ഓഫ് ടു വീട്. അങ്ങനെ 4:15 ഇപ്പോൾ ഇതാ വീട്ടിലെത്തി. ഇന്ന് നമ്മളെല്ലാം കൂടെ 8 ഓർഡറാണ് എടുത്തത്. 340 രൂപ കിട്ടി. ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഉച്ചയ്ക്ക് ഒരു 2 ജിഗിൽ നിന്ന് 5 ഓർഡർ എടുക്കുമ്പോൾ 50 രൂപ ഇൻസെൻറ്റീവ് കിട്ടാനുള്ളതായിരുന്നു. അതും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു 2 ആഴ്ച ഇറങ്ങാതിരുന്നതുകൊണ്ട് എൻ്റെ ഇൻസെൻറ്റീവ് ഫുള്ള് മാറ്റി കാണും. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഇൻസെൻറ്റീവ് ഏതെന്ന് വെച്ചാൽ അതാ 5 ജിഗിൽ നിന്ന് 14 ഓർഡർ എടുത്താൽ 200 രൂപ കിട്ടും. അണ്ട് 7 ജിഗിൽ നിന്ന് 20 ഓർഡർ എടുത്താൽ 425 രൂപ കിട്ടും. മറ്റേ ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരമുള്ള ഇൻസെൻറ്റീവ് ഒക്കെ അവന്മാർ മാറ്റിയെന്ന് തോന്നുന്നു. എൻ്റെ ഇനി 3-4 ദിവസം അടുപ്പിച്ചിറങ്ങുമ്പോഴേ വീണ്ടും അതൊക്കെ ഓണാക്കോളാം തോന്നുന്നു. എന്തായാലും നമ്മളെ ഫീൽഡ് കോച്ചിനെ ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 82% ചാർജാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദാ 43% ചാർജേ ബാക്കിയുള്ളൂ. 39% ചാർജിൽ 48 കിലോമീറ്ററാണ് നമ്മളിന്ന് ഓടിയത്. ആ ഒരു 48 കിലോമീറ്റർ ഉച്ചയ്ക്ക് കിടന്ന് ഓടിയപ്പോഴാണ് 340 രൂപ കിട്ടിയത്. ഭയങ്കര പാട് തന്നെ കേട്ടോ. നല്ല വെയിലും ഓർഡേഴ്സും ഇല്ല, ഇൻസെൻറ്റീവും കുറവ്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇൻസെൻറ്റീവ് കയറ്റമായിരിക്കും. നമ്മുടെ വണ്ടിയിൽ ടയർ മാറ്റി കേട്ടാ. പുതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ടയറിന് 1850 രൂപയായി. കമ്പനി നല്ല ടയർ മാറ്റിയത്. ഞാൻ പുറത്തുനിന്നാണ് ടയർ മാറ്റിയത്. കമ്പനി പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ സമയമില്ല, ഭയങ്കര വണ്ടി ഫുള്ള് തിരക്കെന്നൊക്കെ. ഞാൻ പുറത്ത് കൊടുത്ത് മാറ്റിയപ്പോൾ ആ കടയിൽ തന്നെ ടയറും ഉണ്ടായിരുന്നു. അവർ തന്നെ മാറ്റി തന്നു. ഹബ് മോട്ടർ അവിടെ മാത്രം മാറ്റി തരും. ഈ കട എവിടെയെന്ന് വെച്ചാൽ ബാലരാമപുരത്താണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടിപ്പോയൊക്കെയാണ് ഞാൻ മാറ്റിയത്. നമ്മുടെ ഓല S1 Proന്റെ ടയർ മാറ്റി. 2ന്റെ ടയർ ഒരുമിച്ചാണ് മാറ്റിയത്. 2 അവിടെ നിന്ന് തന്നെ മാറ്റിയത്. 2 കൂടെ മാറ്റിയപ്പോൾ 3600 രൂപയായി. പിന്നെ അതിൻ്റെ ബ്രേക്ക് പാഡും കൂടെ മാറ്റി. എല്ലാം കൂടെ 4000 രൂപ അടുപ്പിച്ചായി നമ്മുടെ വണ്ടിയുടെ പണി മാത്രം. സോ ഇതാണ് 2 ആഴ്ച ഇറങ്ങാതിരുന്ന ഒരു ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട്. നല്ല കുറവാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഓടുമ്പോൾ കിട്ടുമായിരിക്കും ഇനി. എനിവേ, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.